സൃഷ്ടിച്ച ഗിബ്ലി സ്റ്റൈൽ ഇമേജുകൾ എന്ന പുതിയ വൈറൽ ട്രെൻഡിന് പിന്നാലെ ഓപ്പൺ ഐയുടെ ചാറ്റ് GPT ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കാനും അവസരം നൽകിയതോടെ അടുത്തിടെ വന്ന ഈ പുതിയ ഫീച്ചർ ഇന്റർനെറ്റിൽ വൻ പ്രചാരം നേടി. സ്റ്റുഡിയോ ഗിബ്ലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചിത്രങ്ങൾ നിർമ്മിക്കാനും പങ്കിടാനും ദശലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒഴുകിയെത്തി. ഇപ്പോൾ തങ്ങൾ മറികടന്ന റെക്കോർഡ് നേട്ടം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഓപ്പൺ ഐ സിഇഒ സാം ആൾട്ട്മാൻ. 26 മാസം മുൻപ് നടന്ന ചാറ്റ് GPT ലോഞ്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈറൽ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ 1 ദശലക്ഷം ഉപഭോക്താക്കളെ ചേർത്തു. എന്നാൽ ഇന്ന് കഴിഞ്ഞ 1 മണിക്കൂറിൽ ഞങ്ങൾ 1 ദശലക്ഷം ഉപഭോക്താക്കളെ ചേർത്തു. ആൾട്ട്മാൻ അഭിമാനത്തോടു കൂടി എക്സിൽ പങ്കിടുകയുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗിബ്ലി ശൈലിയിൽ സൃഷ്ടിച്ച പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റ് സാം ആൾട്ട്മാൻ പങ്കുവച്ചിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായ മൈഗവിലാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഹസ്തദാനം പങ്കിടുന്നത്, ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പോസ്റ്റ് ചെയ്യുന്നത്, സിംഹക്കുട്ടികളുമായി കളിക്കുന്നത്, അയോധ്യയിലെ രാംലല്ല ക്ഷേത്രം സന്ദർശിക്കുന്നത് തുടങ്ങി പ്രധാനമന്ത്രിയുടെ വ്യത്യസ്തങ്ങളായ ഗിബ്ലി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. അതേസമയം ചാറ്റ് GPT സൃഷ്ടിച്ച ഗിബ്ലി ശൈലിയിലുള്ള കലയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ആവേശത്തിനിടയിൽ പൊതു വ്യക്തികളെയും വെറുപ്പുളവാക്കുന്ന ചിഹ്നങ്ങളെയും വംശീയ സവിശേഷതകളെയും ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ AI മോഡലിനെ അനുവദിക്കുന്നതിനായി ഓപ്പൺ AI അതിന്റെ ഉള്ളടക്ക മോഡറേഷൻ നയങ്ങളിൽ അയവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇതുവരെ അത്തരം ചിത്രങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉപഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾ വളരെ വിവാദപരമായോ ദോഷകരമായോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് GPT നിരസിച്ചിരുന്നു. എന്നിരുന്നാലും മൈക്രോസോഫ്റ്റ് പിന്തുണയുള്ള AI സ്റ്റാർട്ടപ്പിന്റെ പുതുക്കിയ നിയമങ്ങൾ ഇപ്പോൾ ചാറ്റ് GPTയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ടെക് ശതകോടീശ്വരൻ എലോൺ മസ്ക് തുടങ്ങിയ പൊതു വ്യക്തികളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും പരിഷ്കരിക്കുവാനും അനുവദിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഓപ്പൺ AI GPT ഫോറം വഴി ചാറ്റ് GPTയിൽ നേറ്റീവ് ഇമേജ് ജനറേഷൻ ആരംഭിച്ചു. ഇത് ഉപഭോക്താക്കൾ അവരുടെ സെൽഫികൾ, വിവാഹ ചിത്രങ്ങൾ, കുടുംബ ഛായാചിത്രങ്ങൾ എന്നിവയുടെയും മറ്റു സ്റ്റുഡിയോ ഗിബ്ലി ശൈലിയിലുള്ള റെൻഡറിങ്ങുകൾ അഭ്യർത്ഥിക്കുന്ന ഒരു വൈറൽ പ്രവണതയ്ക്ക് കാരണമാവുകയുണ്ടായി. ചാറ്റ് GPT ഉള്ള ഇമേജുകൾ എന്ന ഫീച്ചറിനായുള്ള അത്ഭുതകരമായി വഴക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത്, ചില കലാകാരന്മാരുടെ പേര് പ്രോംപ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ സൃഷ്ടികളുടെ സൗന്ദര്യ ശാസ്ത്രത്തോട് സാമ്യമുള്ള ചിത്രങ്ങൾ മോഡലിന് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ്. പകർപ്പ് അവകാശമുള്ള കൃതികളിൽ AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ചും ന്യായമായ ഉപഭോഗം ഒഴിവാക്കലിനെ കുറിച്ചും ചൂടേറിയ ചർച്ചകൾക്കിടയിലും പിക്സാർ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഗിബ്ലി പോലെയുള്ള ക്രിയേറ്റീവ് സ്റ്റുഡിയോകളുടെ ശൈലികൾ അനുകരിക്കാനും ഇതിന് അനുവാദമുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം AI സുരക്ഷയെ കുറിച്ചുള്ള സാംസ്കാരിക യുദ്ധങ്ങൾ രൂക്ഷമാകുമ്പോൾ ചാറ്റ് GPTയെ അൺസെൻസർ ചെയ്യാനുള്ള വിശാലമായ ശ്രമവുമായി ഓപ്പൺ AI ഉള്ളടക്ക മോഡറേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങളും യോജിക്കുന്നുണ്ട്.